ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹോണ്ട ആക്റ്റീവ 3G വണ്ടി സെൽഫ് സ്റ്റാർട്ടിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. നിലവിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കംപ്ലൈൻറ്റ് ഈ സൈഡിൽ വരുന്ന ബെൻഡെക്സ് എന്ന് പറഞ്ഞ യൂണിറ്റിൻ്റെയാണ്. ആ ക്ലച്ചിനകത്ത് തന്നെ ബെൻഡെക്സിൻ്റെയാണ്. ബെൻഡെക്സ് സ്റ്റക്കായി പോയേക്കുക, അത് ടൈറ്റാണ്, വർക്കിംഗ് കറക്റ്റായിട്ട് വർക്കാവുന്നില്ല എന്നുള്ളതാണ് കംപ്ലൈൻറ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ബെൻഡെക്സ് യൂണിറ്റ് നമുക്ക് മാറ്റി പുതിയത് വെച്ചാലാണ് അത് റെഡി ആവുള്ളൂ. കൂട്ടത്തിൽ കൂടെ നമ്മൾ അതിൻ്റെ കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്ന് എയർ അടിച്ച് ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് തരാം. പിന്നെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബാറ്ററി കൂടി നമ്മൾ കൂട്ടത്തിൽ കൂടെ നോക്കി വിടുന്നുണ്ട്. ഇതും ഇരിക്കുന്നത് SF-ൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങൾ ജസ്റ്റ് നോക്കി 13.17 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മളൊന്ന് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ 8.8ലേക്ക് കഷ്ടി വന്നിട്ടുണ്ട്. 8ൽ താഴേക്കൊക്കെ പോകുമ്പോൾ ബാറ്ററിയുടെ പ്രോബ്ലം കാണിക്കും. പക്ഷേ ഇപ്പോഴത്തെ കംപ്ലൈൻറ്റ് ബെൻഡെക്സിൻ്റെയാണ്. ഇത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ റെഡി ആയിക്കോളും. ബാറ്ററി 8.5 വോൾട്ട് വരെ വന്നിട്ടുണ്ട്. 8.6 ഇഞ്ചിലേക്കാണ് കാണിക്കുന്നത്. അപ്പോൾ കംപ്ലൈൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി. വലിയ താമസമില്ലാണ്ട് ഒരു വർഷം കാണിച്ചേക്കും. ഇപ്പോഴത്തെ പ്രോബ്ലം നമുക്ക് ബെൻഡെക്സ് മാറ്റി കഴിഞ്ഞാൽ റെഡിയാക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. നിലവിൽ ആ വർക്ക് മാത്രമാണ് പറഞ്ഞത്, വേറെ വർക്കുകളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന വർക്കിൻ്റെ മാത്രം എസ്റ്റിമേറ്റാണ് പറയണത്. ആ വർക്ക് മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ വിളിച്ചോളാം.